ബറോവയിലുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം നമ്മളുടെ സ്റ്റേയിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റും ഓൾറെഡി ഇൻക്ലൂഡ് ആയിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചു എന്തായാലും പുറത്തുനിന്ന് കഴിക്കണ്ട, ഇവിടുത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേസ്റ്റ് ചെയ്യാന്നുള്ളത്. അങ്ങനെ മെക്കിച്ചുണ്ടായിരുന്നു, കുറച്ച് ഡിഫറെൻറ്റ് സോസസും ഫ്രൂട്ട്സും പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്രെഡും ബട്ടറും. ഞാൻ ഈ ബ്രെഡ് ഒരുപാട് കാലമായിട്ട് നിർത്തി വെച്ചതാണ് കേട്ടോ. ഈ ഹോർമോൺ ചേഞ്ചസ് കാരണം ഗ്ലൂട്ടൻ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെയാണെങ്കിൽ ബ്രെഡ് വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ഇത് നല്ല ഫ്രഷും ചൂടോടുകൂടെ ബേക്ക് ചെയ്ത ബ്രെഡും ബട്ടറും ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കഴിച്ചത്. പിന്നെ ഓംലെറ്റ്, ഇനി എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ നല്ല പെപ്പർ ഇട്ട് സ്പൈസ് ആക്കാൻ നോക്കിയത്. പിന്നെ ഇത് വേറെ ടൈപ്പ് ഓഫ് ഓംലെറ്റാണ്, ഓംലെറ്റ് വിത്ത് ചീസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് ഇവിടെ യുദ്ധത്തിന് യൂസ് ചെയ്തിട്ടുള്ള വെപ്പൺസും അവരെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനും ഒക്കെയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ കഥകളും ചരിത്രമൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്, ഒരു റിവർ, വലിയ റിവർ കാണാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ ഭയങ്കര മൃഗസ്നേഹികളാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഈ ഒരു കുതിരക്കുട്ടനെയും കണ്ടു. അങ്ങനെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ ബിൽഡിങ്സൊക്കെ പണ്ട് മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബിൽഡിങ്സാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് കുറഞ്ഞുകൊണ്ടും പിന്നെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും അവർ ബിൽഡിങ്സ് അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു റൂട്ട് വഴിയാണ് പോകുന്നത്. നേരേക്കുള്ള വഴിയുണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെ വളഞ്ഞ വഴിക്ക് തന്നെ പോകണം. അപ്പോൾ അതുകൊണ്ട് എന്താ, ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ഇങ്ങനെ വില്ല കോട്ടേജസ് പോലത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. പിന്നെ ഷുഗറിൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇവരിവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നതാണ്, ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം ഇങ്ങനെ അടച്ചിട്ട് കാണുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ. ഈ കാണുന്ന റിവറിലേക്കാണ് ഞങ്ങൾ നടന്നെത്തിയത് കേട്ടോ. അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വലിയൊരു റിസോർട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് കഥകളൊക്കെ പറഞ്ഞ് ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷം.